Hello and welcome once again to Serene. So this time I would like to talk about hair fall. It's a very common condition and many patients come each day talking about hair fall. So ഇത് പ്രായഭേദമന്യേ ഉണ്ടാകുന്ന ഒരു കംപ്ലൈൻ്റ് ആണ്. മേ ബി പഠിക്കുന്ന കുട്ടികളായാലും ജോലി ചെയ്യുന്ന യുവാക്കൾ ഓർ പ്രസവം കഴിഞ്ഞ അമ്മമാർ ക്യാൻ ബി മധ്യവയസ്കർ എല്ലാവരും ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ഹെയർ ഫോൾ അനുഭവിക്കുന്നവരാണ്. ഇൻ ദ ഹോൾ സ്പാൻ ഓഫ് ലൈഫ് മുടി കൊഴിച്ചിൽ അനുഭവിക്കാത്തവരാരും ഉണ്ടാവില്ല. സോ ഇത് എങ്ങനെ അനലൈസ് ചെയ്യാം? ഐ വിൽ ജസ്റ്റ് ടെൽ സം പോയിൻറ്റ്സ് ഹൗ ടു അനലൈസ് അബൌട്ട് യുവർ ഓൺ ഹെയർ ഫോൾ. ഹെയർ എന്നാൽ അതിനൊരു റൂട്ടുണ്ട്, അതിനൊരു ഡെഡ് പാർട്ടുണ്ട് ഔട്ട്സൈഡ്. അത് ഹെയർ ഗ്രോ ചെയ്ത് പുറത്തേക്ക് വരുന്ന ഒരു കെരാറ്റിൻ പ്രോട്ടീൻ ഉണ്ട്. അപ്പോൾ ഇതിന് രണ്ട് പാർട്ട്, അതായത് വൺ ഈസ് എ ലൈവ് പാർട്ട് അണ്ടർ ദ സ്കിൻ വിച്ച് ഇസ് ലൈവ്, അടുത്തത് ഡെഡ് പാർട്ടുമാണ്. അതിന് ഈ രണ്ട് പാർട്ട് ഉണ്ടെന്ന് പറയാൻ തന്നെ കാര്യം, വൺ ഇസ് ലൈവ് ആൻഡ് ദി അതർ ഇസ് ഡെഡ്. സോ ഇത് രണ്ടിലും ഉണ്ടാകുന്ന പ്രോബ്ലംസ് ഒരാൾക്ക് ഹെയർ ഫോൾ ആയിട്ട് വരാം. ഓരോരുത്തർക്കും അവരവരുടെ സ്കിന്നിന് താഴെയുള്ള ഹെയർ റൂട്ട്സ് ഡിഫറെൻ്റ് ആയിരിക്കും. അത് നമ്മുടെ ജെനറ്റിക്സ് പോലെയോ അല്ലെങ്കിൽ നമ്മുടെ ശരീരഘടന അനുസരിച്ചിരിക്കും. മേ ബി ഒരാളുടെ ഹെയർ കണ്ടിട്ട് അയാൾക്ക് തിക്ക് ഹെയർ ഉണ്ട്, എനിക്ക് അതുപോലെ തിക്ക് ഹെയർ വേണം എന്ന് വിചാരിച്ചാൽ ഒരു പരിധി വരെ അതിന് സാധിക്കാൻ പറ്റുള്ളൂ പലപ്പോഴും. ഇഫ് യുവർ ഹെയർ റൂട്ട് ഇസ് ലെസ് കമ്പയർഡ് ടു ദി അതർ പേഴ്സൺ, ആ പേഴ്സണിന് ചിലപ്പോൾ 100 ഹെയർ റൂട്ട്സ് ഉണ്ടെങ്കിൽ എനിക്ക് ചിലപ്പോൾ ഒരു 75 ഹെയർ റൂട്ട്സ് ഉണ്ടാവുള്ളൂ. ആ ഒരു ചേഞ്ച് യു ഓൾവേസ് ഹാവ് ടു ആക്സെപ്റ്റ്. ഓൾ ആർ നോട്ട് ദി സെയിം. അത് നമ്മുടെ ശരീരഘടന പോലെ ഇരിക്കും. അതുപോലെ തന്നെ ഹെയറിൻ്റെ കളർ, ഹെയറിൻ്റെ ചുരുൾ അല്ലെങ്കിൽ അതിൻ്റെ സ്പീഡ് ഓഫ് ഗ്രോത്ത്, ഇതെല്ലാം നമ്മുടെ ജെനറ്റിക്കലി മേക്കപ്പിലുള്ളതാണ്. ദാറ്റ് വി ഹാവ് ടു ആക്സെപ്റ്റ് ടു സ്റ്റാർട്ട് വിത്ത്. നമ്പർ 2, അനലൈസ് വാട്ട് ഈസ് ദ റീസൺ ഓഫ് ഹെയർ ഫോൾ. വരുന്ന എല്ലാവർക്കും ഒരേ ടൈപ്പ് ഹെയർ ഫോൾ ആകണം എന്നില്ല. അപ്പോൾ എന്താണ് അതിൻ്റെ റീസൺ എന്ന് സ്വന്തമായിട്ട് തന്നെ ഓരോരുത്തർക്കും അനലൈസ് ചെയ്യാൻ പറ്റും. സോ വെൻ യു ഹാവ് എ ഹെയർ ഫോൾ, എനി വൺ ഹൂസ് ഹാവിങ് ഹെയർ ഫോൾ, please ask a few questions to yourself. അതെന്തൊക്കെയാണെന്ന് I will just discuss with you. So what are these questions that you are going to ask yourself if you have hair fall? Number 1, how many hair have you counted when there is hair fall per day? If you can count. See, it's not mandatory to sit and count all those, but still a rough quote, because ഒരു ദിവസം 100 ഹെയർ വരെ നമുക്ക് കൊഴിഞ്ഞു പോകാം എന്നാണ് സയൻസിൽ. ബട്ട് സ്റ്റിൽ 100 ഹെയർ കൊഴിഞ്ഞു പോയാലും അത് തിരിച്ച് റീപ്ലേസ്ഡ് ആകുകയാണ് ചെയ്യുന്നത്. നോർമലി ഒരാളുടെ സൈക്കിളിൽ അത് 100 എണ്ണം പോയാൽ 100 എണ്ണം തിരിച്ചു വരും. പക്ഷേ നമ്മുടെ ആ പ്രായം കൂടുന്നതനുസരിച്ച് 100 പോയാൽ 75 തിരിച്ചു വരുള്ളൂ, പിന്നെ 100 പോയാലും 50 തിരിച്ചു വരുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് ക്രോണിക്കലി ഹെയർ ലോസ് കാണുന്നത് പലർക്കും. പക്ഷേ എന്നാൽ പോലും ജസ്റ്റ് ട്രൈ ടു കൗണ്ട്. അറ്റ്ലീസ്റ്റ് ഒരു 5 മുടിയാണോ 10 മുടിയാണോ ഒരു ദിവസം പോകുന്നത് എന്നൊന്ന് കൗണ്ട് ചെയ്യണം നല്ലത്. ലോങ് ഹെയർ ഉള്ളവർക്ക് അറ്റ്ലീസ്റ്റ് ഒരു 10 ഹെയർസ് പോയാലും ഒരുപാട് ലോക്സ് ഉള്ള പോലെ തോന്നാം. ബട്ട് സ്റ്റിൽ just have a count so that the doctor can understand what is the actual load of hair fall for you. That is number 1 question. Number 2, സ്കാൽപ്പിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് നോക്കുക. അതായത് ചെറിയ കുരുക്കൾ വരുന്നുണ്ടോ, ഡാൻഡ്രഫ് ഉണ്ടോ, അല്ലെങ്കിൽ ഭയങ്കര ഓയിലി സ്കാൽപ്പാണോ, സ്കാൽപ്പിലെ സ്കിന്നിൽ എന്തെങ്കിലും ഡിസീസസ് ഉണ്ടോ, ചിലപ്പോൾ സോറിയാസിസോ ഫംഗസ് പോലെയോ എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ ആ സ്കാൽപ്പിലുണ്ടോ എന്നുള്ളതും സ്വന്തമായി തന്നെ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ദ തേർഡ് ക്വസ്റ്റ്യൻ ഇസ്, നമ്മുടെ ഭക്ഷണ രീതി എങ്ങനെയാണ്? ഹൗ ഇസ് യുവർ യൂഷ്വൽ ഡയറ്റ്? അതിൽ ആവശ്യത്തിന് പ്രോട്ടീൻസ് അല്ലെങ്കിൽ വൈറ്റമിൻസ്, ആവശ്യത്തിന് അയൺ, കാൽഷ്യം ഇതുപോലെയുള്ള കാര്യങ്ങൾ നമ്മൾ സ്വതവേ എടുക്കുന്നുണ്ടോ ഇല്ലേ? ചിലർ ക്രാഷ് ഡയറ്റ് ചെയ്യും, പട്ടിണി കിടന്നുള്ള ഡയറ്റൊക്കെ ചെയ്യാറുണ്ട്. അത് കഴിയുമ്പോൾ ഓൾ ദ ഹെയർ റൂട്ട്സ് ബിക്കം സോ വീക്ക് സോ ദാറ്റ് ഇറ്റ് ഓട്ടോമാറ്റിക്കലി ഫോൾസ് ഓഫ്. അപ്പോൾ നമ്മുടെ ഭക്ഷണ രീതിയും ഹെയർ ഫോളും തമ്മിൽ വളരെയധികം കണക്ഷൻ ഉണ്ട്. സോ ദ തേർഡ് ക്വസ്റ്റ്യൻ ഇസ്, ഹൗ ഇസ് യുവർ ഫുഡ് ഹാബിറ്റ്സ് ലൈക്ക്? So the fourth question you can ask is, how is your health or the condition of your health, the status of your health? എന്തെങ്കിലും ക്രോണിക് അസുഖങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ അത്ര വരുന്നില്ല, ഡയബറ്റീസ് ഉണ്ടെങ്കിലോ, അല്ലെങ്കിൽ ക്രോണിക്കായിട്ട് തൈറോയിഡ് പ്രോബ്ലം, എനി അതർ ഹോർമോണൽ ഡിസീസസ് ഓർ ക്യാൻസേഴ്സ്, കീമോതെറാപ്പി, അങ്ങനെ എന്തെങ്കിലും ക്രോണിക് ഇൽനെസ് അല്ലെങ്കിൽ ഒരുപാട് നാൾ ടാബ്ലറ്റ്സോ മരുന്നുകളോ എടുക്കേണ്ടതായിട്ടുള്ള ക്രോണിക്
problems body kondo, or how is your stress level, like you are a stressful person ano, allengil what is your usual health condition. That is very important because ഇത് ഡയറക്റ്റ്ലി നമ്മുടെ ഹെയർ റൂട്ട്സിൻ്റെ ഹെൽത്തിനെ അതും ബാധിക്കുന്നുണ്ട്. സോ ഇറ്റ്സ് എ വെരി ഡെലിക്കേറ്റ് ഓർഗൻ ഈ ഹെയർ റൂട്ട്സ് എന്ന് പറയുന്നത്. സോ നമ്മുടെ ടോട്ടലി അവരുടെ ഹെൽത്ത് ഇസ് നോട്ട് ഗുഡ്, ദെൻ ദിസ് തിങ് ഓൾസോ സ്റ്റാർട്ട്സ് falling off. So that's another important question that you have to ask. So the fifth or the last question you may ask is, do you have a genetic predisposition? അതായത് പാരമ്പര്യം ഉണ്ടോ എന്നുള്ള. നമ്മുടെ ഫാമിലിയിൽ തന്നെ ഹെയർ ലോസ് ഉള്ളവർ അല്ലെങ്കിൽ ബോൾഡിങ് ഉള്ളവർ, ഇങ്ങനെ വളരെ കുറച്ച് ഹെയർ ഉള്ളവരാണോ പൊതുവേ ഫാമിലിയിൽ, അതായത് അങ്ങനെ ഒരു ഹെയർ ബോൾഡിങ്, ഇത് യൂഷ്വലി ബോൾഡ്നെസ്സിലാണ് ആ ഒരു ക്വസ്റ്റ്യൻ വരുന്നത് തന്നെ, അങ്ങനെ ഒരു ഹെയർ ലോസ് ഉണ്ടോ ഇല്ലേ എന്നുള്ളത്. ഇറ്റ്സ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് ഞാൻ ഇത്രയും പറഞ്ഞ ക്വസ്റ്റ്യൻസിനേക്കാളും വ്യത്യസ്തമായ ഒരു ക്വസ്റ്റ്യൻ ആണിത്. ബിക്കോസ് ഇങ്ങനെയുള്ള ജനറ്റിക് ഹെയർ ലോസ് ഈസ് ആക്ച്വലി വെരി ഡിഫിക്കൾട്ട് ടു ട്രീറ്റ്. അതിനെ സീരിയസ്ലി കാണുകയും അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ്സ് എടുക്കുകയും വേണം. ഓൾ ദി അതർ തിങ്സ് ആർ ടെമ്പററി. യൂഷ്വലി ആ ഹെൽത്ത് കണ്ടീഷൻ ശരിയാകുമ്പോൾ, അല്ലെങ്കിൽ സ്കാൽപ്പ് ഡിസീസ് മാറുമ്പോൾ, അല്ലെങ്കിൽ യുവർ ഡയറ്റ് ഹാബിറ്റ് ശരിയാകുമ്പോഴൊക്കെ ഇറ്റ് കംസ് ബാക്ക് ടു നോർമൽ. പക്ഷേ ഇഫ് യു ഹാവ് എ ജനറ്റിക് ഹെയർ ലോസ്, that is not going to come back to the initial or the normal phase. As age goes by, പതിയെ പതിയെ ആ ഹെയർ റൂട്ട്സ് സ്കിന്നിൻ്റെ താഴെ നിന്ന് നഷ്ടപ്പെട്ടു പോലാണ് ചെയ്യുക. അപ്പോൾ that should be identified beforehand, treated in a very good way. So all these 5 questions that I've asked you to ask yourself, it is all about or to test the health of the hair roots. The second part or the dead hair part which has been grown out, നമ്മൾ പുറത്തേക്ക് വന്നിട്ടുള്ള ആ ഡെഡ് പാർട്ടിൻ്റെ ഹെൽത്ത് is also as much important when the hair fall is concerned, because നമ്മൾ അതിനെ എങ്ങനെ സൂക്ഷിക്കുന്നു എന്ന പോലെ ഇരിക്കും ഹെയർ ഫോളിൻ്റെ ഒരു the amount of hair fall will depend upon how you take care of your hair. You have so many treatments, like you do some harsh treatments with harsh shampoos without knowing what kind of a skin or what kind of a hair it is. Either per dry hair ആണോ, normal hair ആണോ, oily hair ആണോ, ഇതൊന്നും നോക്കാണ്ട് യൂസ് ചെയ്യുന്ന മൾട്ടിപ്പിൾ ഷാംപൂസ്, അല്ലെങ്കിൽ സലൂൺസിലുണ്ടാകുന്ന സ്ട്രെയിറ്റനിങ്സ് ഓർ റിലാക്സിങ് ട്രീറ്റ്മെൻറ്റ്സ് അല്ല, അതിന് ശേഷമുള്ള പോസ്റ്റ് കെയർ നന്നായിട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ this will all lead on to the breakage of the hair. And that too, if you comb it very tightly, അല്ലെങ്കിൽ tie it very tightly, ടൈറ്റായിട്ട് പോണിറ്റെയിൽ കെട്ടുന്നവർ, അല്ലെങ്കിൽ വളരെ ടൈറ്റായിട്ട് അതിനെ കെട്ടിവെക്കുന്നവർ, ദീസ് ഓൾ സ്ട്രെയിൻ ദ റൂട്ട്സ്. അപ്പോൾ ആ റൂട്ട്സും കൂടെ പുൾഡപ്പ് ആവുകയും അവിടെ നിന്ന് ക്രമേണ റൂട്ട്സ് നഷ്ടപ്പെടുകയും ചെയ്യുന്നു. സോ ദർ ആർ സോ മെനി തിങ്സ് you should ask yourself when you have a hair fall. Not just go to a supermarket and buy the most famous lotion or any kind of oil or anything and put it on the scalp. That someone else must have had a good result with that, but that doesn't mean that you also will have the same result. So always check these questions and have an idea about what may be the root cause of the hair fall for you, to be precise. Then go for a treatment which is good for you, and with that only you will get a good or a successful treatment for the hair fall.